നിശബ്ദ പ്രചരണത്തിൽ ദിവസമാണെന്ന് സ്ഥാനാർത്ഥികൾ പരമാവധി അവസാനവട്ടം എല്ലാവരെയും നേരിൽ കണ്ട് കാണാനുന്ന വിട്ടുപോയ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ചേരുന്നു. ഇനി 24 മണിക്കൂർ താഴെയുള്ളൂ വോട്ടിംഗ് തുടങ്ങാൻ. എങ്ങനെയുണ്ട് ഈ സമയത്തെ പ്രതീക്ഷ? ഒരു പ്രതീക്ഷയിൽ ഒരു കോട്ടവുമില്ല. പ്രതീക്ഷ വാനോളമാണ്. പക്ഷേ നമ്മൾ മേലെ കയറിയില്ല എന്ന് മാത്രമേ, നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ അവസാനത്തെ കൊട്ടിക്കലാശം ക്രെയിനിന് മുകളിൽ ആ രണ്ട് സ്ഥാനാർത്ഥികൾ അവർ മേലെ പറക്കട്ടെ. അതാണ് രണ്ടുപേരും മേലെ പറയപ്പെട്ടെ. ഒരു സ്ഥാനാർത്ഥി പറഞ്ഞ് എനിക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു. ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ അദ്ദേഹം 2005 പരിശോധിക്കട്ടെ. മറുപടി അതെ, അദ്ദേഹത്തിനാ മറുപടി. അദ്ദേഹം പറഞ്ഞ് പന്ന്യൻ രവീന്ദ്രൻ എങ്ങനെ ഈ ധൈര്യത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അദ്ദേഹം 2005 പരിശോധിക്കട്ടെ. 2005 ഇവിടെ ഒരു MP ആയിരുന്ന ഒരാളാണ് ഞാൻ. അത് പലരും വിട്ടുപോയി, നിങ്ങളിൽ പലരും വിട്ടുപോയി. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചാനലുകാരൻ അങ്ങനെയൊന്നും അറിയേയില്ല. ഏത് ഒരു ചാനലുകാരൻ 2005 ഞാൻ MP ആയ കാര്യം അറിയേയില്ല, ചാനൽ അവതാരികനും അറിയില്ല. ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് നോക്കാം. ഇന്നലെ അങ്ങ് പറഞ്ഞു LDF-ഉം BJP-യുമായിട്ടാണ് പോരാട്ടം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലല്ല, BJP-യും UDF-ഉം തമ്മിൽ മത്സരമാണ് രണ്ടാം സ്ഥാനത്തേക്ക്. കേരളത്തിൽ പൊതുവെ പറയുന്നത് ഗോവിന്ദമാഷ് സംസാരിച്ചാൽ അത് ശരിയാണ്. കേരളത്തിൽ പൊതുവെ UDF നമ്മളാണ്. BJP-ക്ക് കേരളത്തിൽ അഡ്രസ് ഇല്ല. ഇവിടെ തിരുവനന്തപുരത്ത് അവരും മറ്റവരും തമ്മിൽ മത്സരമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് ഒരുപാട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. എനിക്കെങ്ങനെയാ ഇതിന് ധൈര്യം മതിയെന്ന് ചോദിക്കുന്ന ആൾക്ക് അദ്ദേഹത്തിന് അണികൾ ഒരുപാട് ചോർന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തെ മധ്യവർഗ വിഭാഗം അദ്ദേഹത്തെ കൈവിട്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ വെറുതെ സംസാരിക്കുന്നത്. അപ്പോ NDA-യും LDF-ഉം തമ്മിലാണ് പോരാട്ടം, അത് ഉറപ്പാണ്. ഏത് ഡയറക്ട് ഫൈറ്റ് അല്ല, NDA-യും UDF-ഉം ഉണ്ട്, രണ്ടും കൂടെ രണ്ടാം സ്ഥാനത്തിന് കൊണ്ട് നിൽക്കാം. നമ്മുടെ തൊട്ട് പിന്നിലായിരിക്കും. എന്നാലും അത് നമുക്ക് നോക്കാം, അത് നമുക്ക് പിന്നെ കാണാലോ. ഇപ്പൊ നമ്മളിനി തീർത്ത് പറയണ്ടല്ലോ, ഇനി ജനങ്ങളെ മുമ്പിലേക്ക് പോവല്ലേ. വിട്ടുപോയ എല്ലാ ആളുകളെയും കാണുന്നുണ്ട്. എങ്ങനെയാണ്? ഉണ്ട്. നമ്മളിനിയും അവസാന ലാപ്പിൽ നമുക്ക് ആളുകളെ ഒന്ന് കാണണം. മാത്രമല്ല, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ മീഡിയാസ് നമ്മളെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ള ഇല്ലല്ലോ, ഇങ്ങനെയൊരു LDF സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ള കാര്യം ജനങ്ങളെ അറിയിച്ചില്ലല്ലോ. കണ്ടു ആ പ്രചരണ സമയത്ത് വാഹന പ്രചരണം. അല്ല, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ ജനങ്ങളെ അറിയിച്ചില്ലല്ലോ ആ കാര്യം നിങ്ങൾ തമസ്കരിച്ചല്ലോ. ഒരു പണക്കാരായ ആളുകൾ ഇവിടെ വന്നാൽ ഇതാണ് സ്ഥിതി എന്നുള്ളത് എനിക്ക് ജനങ്ങൾക്ക് ബോധ്യമാവത്. കാരണം ഈ എന്തായാലും ലക്ഷക്കണക്കിന് ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. നമ്മളെ പിന്നിൽ തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ആളുകളും ഇടത്തരക്കാരൊക്കെ നമ്മൾ ഒരുപാട് ആളുകളുണ്ട്. അവരിതൊക്കെ മനസ്സിലാക്കല്ലോ. നിങ്ങൾ ഈ ചാനലും മീഡിയാസും ഇങ്ങനെ തമസ്കരിച്ചാൽ എന്താ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കില്ല. അതിനെക്കുറിച്ച് പറയാം, എനിക്ക് സന്ദർഭമുണ്ടല്ലോ പറയാം. കാരണം തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുമായിട്ട് അത്ര വലിയ വൈകാരിക ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കിങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ ഇനി മറ്റുള്ളവർക്ക് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ആലോചിക്കുക. ഏതായാലും നിശബ്ദ പ്രചരണ ദിവസത്തിൽ പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ നിന്ന് സാധാരണ അദ്ദേഹം ജോയിന്റ് കൌൺസിൽ ഓഫീസിലാണ് താമസിക്കുന്നത്. ജോയിന്റ് കൌൺസിൽ CPI-യുടെ സർവീസ് സംഘടന ജോയിന്റ് കൌൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിലാണ് കഴിഞ്ഞ കുറെ നാളുകളായി MN സ്മാരകം പണി നടക്കുന്നതിന് ശേഷം അദ്ദേഹം ഇവിടെയാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം രാവിലെ ഇറങ്ങുകയാണ്. സാധാരണ ഇവിടുന്ന് ഒരു ചായയെ കുടിച്ച് അദ്ദേഹം പുറത്തേക്ക് പോയി. ഇന്നും അദ്ദേഹം ഇറങ്ങുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ ഈ ഘട്ടത്തിൽ വിമർശിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ ഇങ്ങനൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന കാര്യം പോലും തമസ്കരിച്ചു എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഏതായാലും ഒന്നാം സ്ഥാനം ഉറപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാം സ്ഥാനത്തിനു വേണ്ടിയാണ് UDF-ഉം NDA-യും തമ്മിലുള്ള മത്സരം. വിജയം ഉറപ്പെന്ന് പറഞ്ഞുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ നിശബ്ദ പ്രചരണത്തിനായി ഇറങ്ങുകയാണ്.